കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഓരോരുത്തർ സക്സസ് ആയി എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ചൊക്കെ മെയിൽ വായിക്കുമ്പോഴേക്കും അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് തോന്നുന്ന ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ വീഡിയോയും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊരു മെയിൽ വന്നത് അവർ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി, അതായത് പ്രഗ്നൻസി ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു 14 വർഷങ്ങൾക്ക് ശേഷവും പ്രഗ്നൻസി ആയില്ല. അതിനുശേഷം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ആ മെയിലിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എന്നിട്ട് കൂടി ആ ഒരു പ്രഗ്നൻസി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടായത് ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റിയാണ്. അതായത് കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി. ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോഴും നോർമൽ ആയതിനു ശേഷവും പ്രഗ്നൻസി കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ഇവിടെ ആ ഒരു മെയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഹായ് ഡിയർ, ഫൈനലി ഐ എം പ്രഗ്നന്റ്. ഒരുപാട് നന്ദിയുണ്ട് മോളോട്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാതിരുന്നിട്ടും വിവാഹം കഴിഞ്ഞു 14 ഇയേഴ്സ് ആയിട്ടും ഞാൻ പ്രഗ്നന്റ് ആയില്ല. ഫൈനലി ആണ് ഈ ചാനൽ കാണുന്നത്. പ്രത്യേകിച്ച് ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫൈനലി റിസൾട്ട് കിട്ടി. ഞാൻ ട്രൈ ചെയ്ത കാര്യങ്ങൾ താഴെ എഴുതാം, ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമല്ലോ. അപ്പോൾ ഈ ചേച്ചി എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്തതെന്ന് ഈ ഒരു മെയിലിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഓരോ ടിപ്സും എന്ന് പറയുന്നത്, പീരിയഡ്സിന്റെ ഫസ്റ്റത്തെ ഡേ മുതൽ 5 ഡേയ്സ് ഇഞ്ചി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇഞ്ചി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള മറ്റുള്ള വസ്തുക്കളെ, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള വസ്തുക്കളെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ യൂട്രസിനെ ഒന്ന് ഡിറ്റോക്സ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പൈസസ് ആണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഈ ഇഞ്ചി ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചാലോ, ചായ ഇട്ട് നമ്മൾ ഇഞ്ചി നമ്മൾ തിളപ്പിച്ച് ചായ ആക്കി കുടിച്ചാലോ, ഇതും നിങ്ങളിലെ ആ ഒരു പീരിയഡ്സിന്റെ സമയത്ത്, പീരിയഡ്സിന്റെ ഡേ 1 മുതൽ നിങ്ങൾക്ക് ബ്ലീഡിങ് എത്ര ദിവസം ഉണ്ടാകുമോ അത്രയും ഡേ വരെ നിങ്ങൾ ഈ ഒരു ഇഞ്ചി ഇട്ട് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ പീരിയഡിന്റെ ബ്ലഡ് മുഴുവനായിട്ട് പോകുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ലെഫ്റ്റ് ഓവർ ആയിട്ട് എന്തെങ്കിലും ഒരു ബ്ലഡ് നമ്മുടെ യൂട്രസിൽ കിടന്നാലോ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മിഡ് സൈക്കിൾ ബ്ലീഡിങ് വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ടോ നിങ്ങൾ ഈ ഇഞ്ചി ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഫോളോ ചെയ്തത് ഓവുലേഷൻ വരെ ക്ലോസ് വാട്ടർ കുടിച്ചു എന്നുള്ളതാണ്. ഗ്രാമ്പൂ വെള്ളം കുടിച്ച് പ്രഗ്നന്റ് ആയവരാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന മെജോറിറ്റിയിലധികം ആളുകളും. ഗ്രാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ LH ഹോർമോണിന്റെ സർജ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങളിൽ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അണ്ടത്തിനെ നല്ലതുപോലെ മെച്യൂർ ആക്കി കൊണ്ടുവന്ന് നാച്ചുറലി തന്നെ അത് റപ്ചർ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നുമാണ്. അപ്പോൾ ഇഞ്ചി വെള്ളവും അതുപോലെ തന്നെ ഗ്രാമ്പൂ വെള്ളവും കുടിക്കുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത നോർമലി ഉള്ളതിനേക്കാളും കൂടുതൽ ഇരട്ടിയാക്കി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അത്രയധികം ബെനിഫിറ്റ് തരുന്നതുമാണ് വെണ്ടക്കയുടെ വെള്ളം കുടിക്കുന്നത്. ഒന്നെങ്കിൽ ഗ്രാമ്പൂ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ വെണ്ടക്ക അരിഞ്ഞിട്ടിട്ടുള്ള വെള്ളവും നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ആ LH ഹോർമോണിന്റെ പ്രവർത്തനമൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അണ്ടവളർച്ച കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മളുടെ ശരീരത്തിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് ഫോളോ ചെയ്ത നട്ട്സ്, ബദാമും പിസ്തയും അതുപോലെ ഡ്രൈ ഫിഗ് ആണെങ്കിലും അതുപോലെ വാൾനട്ട് ആണെങ്കിലും ഒക്കെ നിങ്ങളെല്ലാവരും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസ് അതുപോലെ വിറ്റമിൻസ് ഒക്കെ ഈ ഒരു ബദാമും അതുപോലെ കാഷ്യൂനട്ടും അതുപോലെ പിസ്തയും ഡ്രൈ ഫിഗും വാൾനട്ടും ഒക്കെ കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിക്കുന്നത് നമ്മുടെ ഓവറീസിന്റെ ഹെൽത്തിനും അതുപോലെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമതയ്ക്കും നമ്മുടെ യൂട്രസിന്റെ ഹെൽത്തിനും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും ഒക്കെ ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നട്ട്സ് ഒക്കെ കഴിക്കുന്നതും അത് സ്നാക്സ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ മോർണിംഗിൽ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫൈബർ കൂടുതൽ ശരീരത്തിലോട്ട് എത്തുന്നത് കൊണ്ട് നമുക്ക് ഡയറിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് സ്നാക്സ് ആയിട്ട് നമ്മൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിനും സഹായിക്കുന്നു. നിങ്ങൾ സ്നാക്സ് ആയിട്ട് എടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ഉച്ചയ്ക്ക് നിങ്ങളൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ഒരു ചായ കുടിക്കുന്നതിന് മുൻപുള്ള ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ രാവിലെയാണ് നിങ്ങളിത് കഴിക്കുന്നതെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങളെല്ലാം മൊത്തത്തിൽ ശരീരത്തിലോട്ട് അങ്ങോട്ട് എത്തുന്നതിന് സഹായിക്കുന്നു. ആ ഒരു കാര്യം
ഇത് കഴിക്കുമ്പോൾ ഫോളോ ചെയ്യാം കേട്ടോ. ഒരിക്കലും കൂടുതലായിട്ട് നട്ട്സ് എടുത്ത് കഴിക്കരുത്. ബദാം ആണെങ്കിലും ഒരു 3-4 ബദാം, അതുപോലെ വാൾനട്ട് ആണെങ്കിലും 1-2 വാൾനട്ട്, ഡ്രൈ ഫിഗ് ആണെങ്കിലും 1-2 ഡ്രൈ ഫിഗ് ഒക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ട് കഴിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കൊണ്ടുവന്ന് തരും. ഡ്രൈ ഫിഗ് ആണെങ്കിലും അതുപോലെ തന്നെ ബദാം ആണെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾ എടുത്തിട്ട് കഴിക്കുക. ഒരു 3-4 എണ്ണത്തിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും നട്ട്സ് അമിതമായിട്ട് കഴിക്കരുത് കേട്ടോ. അടുത്തതായിട്ട് ഫോളോ ചെയ്തത് ഓവുലേഷൻ ഡേറ്റിന് മുമ്പ് സെക്സ് ചെയ്തു, അത് ലെഗ് അപ്പ് ദ വോൾ പൊസിഷനിൽ കിടന്നു. ലെഗ് അപ്പ് ദ വോൾ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും സെമൻ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല. നേരെ മറിച്ച് ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴേക്കും അവിടെ അങ്ങനെ കിടക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ, എസ്പെഷ്യലി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നമ്മളുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്തും അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള സമയത്തും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തും നിങ്ങൾക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ഫോളോ ചെയ്തത് ഓവുലേഷൻ വരെ ഫെർട്ടിലിറ്റി മസാജ് ചെയ്തു. ഫെർട്ടിലിറ്റി മസാജ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ ചാനലിലുണ്ട്. ഫെർട്ടിലിറ്റി മസാജ് നമ്മൾ ചെയ്യുന്നത് കാസ്റ്റർ ഓയിൽ വെച്ചിട്ടാണ്, അതായത് ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടാണ്. ഈ ആവണക്കെണ്ണ നമ്മുടെ വയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ട് നമ്മൾ ചൂട് പയ്യെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാസ്റ്റർ ഓയിൽ പാക്ക് വെച്ചിട്ട് ആ ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫെർട്ടിലിറ്റി മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫെർട്ടിലിറ്റി മസാജ് ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദി ചൂസ് വേൾഡ് ഫെർട്ടിലിറ്റി മസാജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അത് കണ്ടതിന് ശേഷം അത് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഫോളോ ചെയ്ത ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസും ചെയ്തു. ഈ ബട്ടർഫ്ലൈ എക്സസൈസും ബ്രീത്തിങ് എക്സസൈസ്, കോബ്ര പോസ്, ഫെമറൽ മസാജ്, റിഫ്ലെക്സോളജി, അതുപോലെ തന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ഇതെല്ലാം തന്നെ ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്നത് യോഗ ഫോളോ ചെയ്തിട്ട് ഫെർട്ടിലിറ്റിയെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് വെച്ചിട്ടാണ്. ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനോടൊപ്പം അതിലൂടെ ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസും നമ്മളുടെ വേണ്ട റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് കൃത്യമായിട്ട് എത്തുന്നതിന് ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു എക്സസൈസ് എങ്കിലും ഒരു 50 to 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഏത് എക്സസൈസ് ആണെങ്കിലും നിങ്ങൾ തുടക്കത്തിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ചെയ്യുക. അതിനുശേഷം ഗ്രാജുവലി നിങ്ങൾ അതിന്റെ ടൈം കൂട്ടി കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്തതെന്ന് പറയുന്നത് ഒട്ടും സ്ട്രെസ് ഇല്ലാതിരിക്കുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിടുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി ആകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ വിഷമിക്കാതെ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഡേ ടു ഡേ ലൈഫുമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോവുക. അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതെ പ്രഗ്നൻസി ആകുമോ ഇല്ലയോ, അത് ഫെയിൽ ആയി പോകുമോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആകാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഒരു 14 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഈ ചേച്ചി പ്രഗ്നന്റ് ആയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. എക്സ്പെഷ്യലി അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റീസ് ഉള്ളവർക്ക്. അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറയുമ്പോഴേക്കും അത് എന്താണ് അതിന്റെ കാരണമെന്ന് ഡോക്ടേഴ്സിന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ബാക്കി എല്ലാ ടെസ്റ്റ് ചെയ്യുമ്പോഴും അതെല്ലാം നോർമലാണ്, പക്ഷേ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. ആ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റീസ് ക്യൂർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.